ഹായ്, സോ ദിസ് ഈസ് എ വൺ ഷോട്ട് സീരീസ്. ഇവിടെ നിങ്ങളുടെ നീറ്റ് അല്ലെങ്കിൽ JEE ഫിസിക്സ് എക്സാമിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനുശേഷം നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ട് സീരീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ നീഡ് യുവർ സപ്പോർട്ട്. സോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വി വിൽ ഡു ഇറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവിടെ നമുക്ക് കുറച്ച് ട്രിഗ്നോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഈ 3 ട്രയാങ്കിളുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ 30, 60, 90 ആവുന്ന ട്രയാങ്കിൾ, ഇവിടെ 45, 45, 90 ട്രയാങ്കിൾ. ഇവിടെ 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. ഇവിടെ √2, √2, 2. ഇതെന്തിനാണ് സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ റേഷ്യോ ഓർമ്മയില്ല സാർ, എനിക്ക് sin 60 അറിയണില്ല സാർ, cos 30 മറന്നു പോകുന്നു. അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിൾ ഉപയോഗിക്കാം. ക്ലിയർ? sin 30 എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. ആ രീതിയിൽ കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. 37, 53, 90. 37 ഓപ്പോസിറ്റ് 3, 53 ഓപ്പോസിറ്റ് 4, 90 ഓപ്പോസിറ്റ് 5. sin 37 എത്രയാണ്? നമുക്ക് ആവശ്യം വരാറുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. sin 37 എത്രയാണ്? ഇത് നോക്കിയിട്ട് പറയാം. 3/5. ക്ലിയർ? അപ്പോൾ ഈ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ട്രയാങ്കിളാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചല്ല ഒരു റിസൾട്ട് കൂടെ പറഞ്ഞുതരാം. tan 15. ഇത് നമുക്ക് എക്സാമിന് പലപ്പോഴും ആവശ്യം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതിനേക്കാളും നല്ലത് നിങ്ങളിതിൻ്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. tan 15 ഈസ് 2 - √3. ഇനി sin 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 - 1/2 √2. അതുപോലെ cos 15 ഡിഗ്രി √3 + 1/2 √2. ഈ വാല്യൂസും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ബാക്കി കഥകളിലേക്ക് പോവാം. അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ എന്നിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കാര്യം, ഡിഗ്രീനെ എങ്ങനെ റേഡിയനിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നാണ് ആദ്യം പറയുന്നത്. നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് 180 ഡിഗ്രി = π റേഡിയൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, സോ π/180 റേഡിയൻ. സാർ ഇപ്പോൾ 2 ഡിഗ്രി എത്രയാണ്? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. സാർ അപ്പോൾ 30 ഡിഗ്രി എത്രയാണ്? ഇതിന് 30 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 30 × π/180 റേഡിയൻ. അതായത് ഇത് എത്രയായിരിക്കും? π/6 റേഡിയൻ. സാർ അപ്പോൾ 60 ഡിഗ്രിയോ? 60 × π/180 റേഡിയൻ. അതായത് എത്രയാണ്? π/3 റേഡിയൻ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഓക്കെ. അടുത്ത കാര്യം, അടുത്തത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഇത് 1ാമത്തെ ക്വാഡ്രൻറ്റ്, 2ാമത്തെ ക്വാഡ്രൻറ്റ്, 3rd, 4th ക്വാഡ്രൻറ്റുകളാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആംഗിളുകൾ അടയാളപ്പെടുത്തണം. ശ്രദ്ധിക്കുക, എനിക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഒരു ആംഗിൾ വേണം. കണ്ടോ, ഈ ഒരു ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ആംഗിൾ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ 2-3 രീതിയിൽ പറയാം. ഒന്നുകിൽ എനിക്ക് എന്ത് പറയാം, നമ്മൾ ആംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവാണ് ചോദിക്കുന്നത് കേട്ടോ, ഇവിടെ നിന്നുള്ള അളവ്. ഓക്കെ, ഈ ആംഗിൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നുകിൽ എന്ത് പറയാം, തീറ്റയാണെന്ന് പറയാം. യെസ് ഓർ നോ? ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് പറയാം, ഡയറക്റ്റായിട്ട് തീറ്റ എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെയാണ് തീറ്റ എടുക്കുന്നതെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ സാർ നോക്കടാ, ഈ മൊത്തം ആംഗിൾ എത്ര? π/2, 90 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും സാർ? ഇത് π/2 - തീറ്റ എന്ന് പറയാം. യെസ് ഓർ നോ? ശരി, അപ്പോൾ അങ്ങനെ പറയാം. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക, ഈ ആംഗിളിനെ പറയാനായിട്ട് വേറെ രീതി കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് റൗണ്ട് അടിച്ച് വന്നപ്പോൾ എത്ര ആംഗിൾ തിരിഞ്ഞു സാർ? 2π തിരിഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, പ്ലസ് ഒരു തീറ്റയും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണമെങ്കിൽ 2π + തീറ്റ എന്നും കൂടെ പറയാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആവശ്യം വരും. ഓക്കെ, ഇത് നമ്മളിപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു ആംഗിൾ പറയുകയാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു ആംഗിൾ കണ്ടോ. അപ്പോൾ ആംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് എക്സിൽ നിന്ന് എത്രയാണ്, കണ്ടോ, ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ആംഗിളിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ആംഗിൾ പറയാനായിട്ട് എനിക്ക് ഒന്നുകിൽ എന്ത് പറയാം, ഒന്നുകിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഈ ആംഗിൾ എന്ന് പറയുന്നത് നോക്കടാ, ഇവിടെ നിന്ന് ഇവിടെ വരെ 90. ഇത് തീറ്റയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 90നോടൊപ്പം തീറ്റ കൂട്ടിയതാണ്, π/2 + തീറ്റ. ക്ലിയർ? ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, ഞാനിപ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ആംഗിളിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ആംഗിൾ എങ്ങനെ പറയാൻ പറ്റും? ഇത് മൊത്തം 180 ആണ്. 180 തീറ്റ മൈനസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും.
അതായത് 180 എന്ന് പറഞ്ഞാൽ പൈ മൈനസ് തീറ്റ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിളിൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും. ക്ലിയർ? ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെയാണ് ആംഗിളെങ്കിലോ, ഇവിടെ ആംഗിൾ, ഈ ആംഗിൾ കാണിക്കുമ്പോൾ ഞാൻ പറയണം വീണ്ടും ഇവിടെ നിന്ന് കണ്ടോ, ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആംഗിൾ, ഈ രീതിയിലാണ് നമ്മൾ ആംഗിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിളിനെ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഞാൻ ഇത് തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര 270, അതായത് 3π/2. സോ 3π/2 മൈനസ് തീറ്റ, അതായിരിക്കും എന്ത് ഈ ആംഗിൾ എന്ന് പറയാം. യെസ് ഓർ നോ? ശരി. ഇനിയിപ്പോൾ ഞാൻ ഈ ആംഗിൾ തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിലോ, ഇവിടെ നിന്ന് ഇവിടെ വരെ 180 പ്ലസ് തീറ്റയാണ് അല്ലേ. 180 എന്ന് പറയുമ്പോൾ പൈ പ്ലസ് തീറ്റയാണ് ഈ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയാം. യെസ് ഓർ നോ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫോർത്ത് ക്വാഡ്രൻറ്റിലെ ആംഗിളുകളെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ക്ലിയർ? ഓക്കെ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ഈ രീതിയിൽ, തേർഡ് ഇങ്ങനെ, ഫോർത്ത്. ക്ലിയർ? ഓക്കെ. പിന്നെ നമുക്കൊരു റൂളും കൂടെ പഠിച്ചിട്ട് ബാക്കി പറയാൻ പറ്റുള്ളൂ, ASTC റൂൾ. ഇവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡിലോ സൈൻ മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. ഇവിടെയോ ഇവിടെ ടാൻ പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. ഇവിടെ കോസ് പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. ASTC റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെ ഷോർട്ട് ട്രിക്കുകളൊക്കെ ഉണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ കഥകൾ പറയാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ആംഗിൾ π/2 പ്ലസ് ഓർ മൈനസ് തീറ്റയാണ്, അതല്ലെങ്കിൽ 3π/2 പ്ലസ് ഓർ മൈനസ് തീറ്റ ആണെങ്കിൽ, ഇങ്ങനെയാണ് ആംഗിൾ വരുന്നതെങ്കിൽ ഫംഗ്ഷനുകളുടെ വാല്യൂ ചേഞ്ച് ആവും. ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ചസ്. ഫംഗ്ഷനും ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആൻഡ് സൈനും ചേഞ്ച് ആവും. ഫംഗ്ഷനും മാറും, സൈനും മാറും. ക്ലിയർ? ഫംഗ്ഷൻ എങ്ങനെയാണ് മാറുക? അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആംഗിൾ വരികയാണെങ്കിൽ സൈൻ എന്നുള്ളത് കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും. സൈൻ എങ്ങനെയാണ് മാറുക? അത് നമ്മൾ നേരത്തെ ASTC റൂൾ ഉപയോഗിച്ചിട്ട് പഠിക്കണം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സൈൻ ഈ ഒരു ആംഗിൾ എഴുതുകയുണ്ടോ? π/2 പ്ലസ് തീറ്റ. π/2 പ്ലസ് തീറ്റ വരുമ്പോൾ ഫംഗ്ഷൻ മാറും. സൈൻ എന്നുള്ളത് എന്തായിട്ട് മാറി? കോസായി. കോസ് തീറ്റയായിട്ട് മാറി. കണ്ടോ? ഫംഗ്ഷൻ മാറി. ഇനി സൈനും കൂടെ മാറിയിട്ടുണ്ട്. സൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? π/2 പ്ലസ് തീറ്റ എവിടെ വരിക നോക്കണം. π/2 പ്ലസ് തീറ്റ എവിടെ വരിക? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ? അതുകൊണ്ട് ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കോസ് π/2 പ്ലസ് തീറ്റ. വീണ്ടും π/2 പ്ലസ് തീറ്റ. ഈ ഒരു ആംഗിൾ വരുമ്പോൾ കോസ് എന്നുള്ളത് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറി. ഫംഗ്ഷൻ മാറി. ഇത് സൈൻ തീറ്റ ആയിട്ട് മാറി. ക്ലിയർ? ഫംഗ്ഷൻ മാറി. അതിനോടൊപ്പം സൈനും കൂടെ മാറിയിട്ടുണ്ടായിരിക്കും. സൈൻ മാറിയത് എങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. π/2 പ്ലസ് തീറ്റ ഈ ക്വാഡ്രൻറ്റിലാണ് വരുന്നത് അല്ലേ? ഇവിടെ സൈൻ പോസിറ്റീവാണ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ കോസിൻ്റെ വാല്യൂ എന്താ? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് ഇട്ട് കൊടുക്കണം. ക്ലിയർ? ഓക്കെ. സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ശരി, നമുക്ക് അടുത്ത കഥകളിലേക്ക് പോകാം. ഇനി അടുത്തതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടോ, പൈ പ്ലസ് ഓർ മൈനസ് തീറ്റ അല്ലെങ്കിൽ 3/2 പ്ലസ് ഓർ മൈനസ് തീറ്റ വരികയാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ മാറില്ല, സൈൻ മാറും, ഫംഗ്ഷൻ മാറില്ല. ഇവിടെ സൈൻ മാറും കേട്ടോ, സൈൻ ഇവിടെയും മാറും, സൈൻ രണ്ട് കേസിൽ മാറും. ഓക്കെ, പക്ഷെ ഇവിടെ ഫംഗ്ഷൻ മാറില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എത്രയും ചോദിക്കുക. നിങ്ങൾ പറയും സാർ ഫംഗ്ഷൻ മാറില്ല, പൈ മൈനസ് തീറ്റയ്ക്ക് ഫംഗ്ഷൻ മാറില്ല, അത് സൈൻ തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ സൈൻ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ആംഗിൾ എവിടെ വരിക നോക്കുക. പൈ മൈനസ് തീറ്റ എവിടെ വരിക? പൈ മൈനസ് തീറ്റ ഈ ക്വാഡ്രൻറ്റിലാണ് അല്ലേ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവാണ്. ക്ലിയർ? ഓക്കെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോസാണ് എഴുതണമെങ്കിൽ എന്ത് സംഭവിക്കുക നോക്കാം. കോസ് ആണെങ്കിലോ പൈ മൈനസ് തീറ്റ വരുമ്പോൾ നമുക്ക് ഈ ആംഗിൾ വരുമ്പോൾ സാർ ഫംഗ്ഷൻ മാറില്ല. ഇത് കോസ് ആണെങ്കിൽ ഇവിടെയും കോസ് ആയിരിക്കും. സൈൻ മാറിയെന്ന് എങ്ങനെ നോക്കുക? ഈ ആംഗിൾ വരുന്നത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അല്ലേ. അവിടെ സൈൻ പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് ഈസ് മൈനസ് കോസ് തീറ്റ. കണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ പുറകിലേക്ക് പോകൂ, മനസ്സിലാക്കൂ. ശരി, നൗ നമുക്കിവിടെ
ഇതിനിപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഈ ഐഡൻറ്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുക. ഞാൻ വായിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ, വേണ്ട. ശരി, അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. അടുത്ത കാര്യം നോക്കാം. ഇത് ഡബിൾ ആംഗിൾ ആണ്. ഇത് നിങ്ങൾ ഈ ഐഡൻറ്റിറ്റീസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതും ബൈ ഹാർട്ട് പഠിക്കുക. സൈൻ 2 തീറ്റ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ക്ലിയർ? ഓക്കെ. പിന്നെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ 1 ഇടയിലായിരിക്കും. ഇതിനിടയിലായിരിക്കും സൈൻ്റെ വാല്യൂ. കോസിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഈ പറയുന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എ കോസ് തീറ്റ ± ബി സൈൻ തീറ്റ ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടോ ഈ രണ്ട് സാധനങ്ങൾക്ക് ഇടയിലായിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് 2 കോസ് തീറ്റ + 3 സൈൻ തീറ്റ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എവിടെയായിരിക്കും? ഇതിൻ്റെ ഈ ലിമിറ്റ് എവിടെയായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ √2² + 3², അതായത് √4 + 9 √13. കണ്ടോ? അപ്പോൾ ഇതിവിടെ കണ്ടോ ഈ റൂട്ട് ശരിയല്ല എഴുതിയിരിക്കുന്നത്, 9 10. യെസ്, ശരി. -√13 +√13 ഇടയിലായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കിടക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. യെസ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്ത എന്താണ് പറയുന്നത്? അടുത്ത നമുക്ക് കുറച്ച് ലോഗിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ലോഗ് കോൺസ്റ്റൻറ്റ്, ലോഗ് ഓഫ് എ എന്ന് പറയുന്നത് എത്ര? 1 ആണ്. ലോഗ് എ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അതും 1 ആണ്. ഇനി ഇത് നോക്ക് 1 എടുത്തു കഴിഞ്ഞാലോ അത് 0 ആണ്. ക്ലിയർ? അതുപോലെ ഈ ഒരു ഫോർമുല ലോഗ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n log m ആണ്. ഇതുപോലെ ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് a/b. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെങ്കിലോ ലോഗ് a × b. ഇതും കൂടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലോഗിൻ്റെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരികയാണ്, തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. ഇതും കൂടെ എക്സ്പോണൻറ്റിൻ്റെ ഒരു കാര്യമാണ്. എ നമ്പർ റേസ് ടു 0, ഒരു നമ്പറിന് 0 പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. തെറ്റിക്കരുത്. ഇനി നമ്പറിൻ്റെ പവർ 1 ആണെങ്കിൽ എന്താ കിട്ടുക? നമ്പർ തന്നെയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ശരി. നമുക്ക് ബാക്കി കഥകളിലേക്ക് പോവാം. ഇനിയുള്ള കഥകൾ കുറച്ച് ഗ്രാഫുകളെ കുറിച്ചുള്ള കഥകളാണ്. കണ്ടോ, ഇത് കുറച്ച് ഗ്രാഫുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സാർ ഗ്രാഫ്? ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഒബ്സർവേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി എനി ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫ് y = mx + c, y = mx + c. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ് സാർ? ഇതിൽ എക്സിൻ്റെ ഈ ഒരു വാല്യൂ നമ്മളിവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു തരും. ക്ലിയർ? ഓക്കെ. ഇതിപ്പോൾ ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ x = 3t + 2. നമുക്കിവിടെ ടൈമാണ് എക്സിൻ്റെ പ്ലേസിൽ ടൈമാണ്, വൈയുടെ ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പൊസിഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഓരോ സമയം ഇട്ട് കൊടുക്കുമ്പോൾ ആ സമയത്തെ പൊസിഷൻ ആര് പറഞ്ഞുതരും? ഈ ഗ്രാഫ് പറഞ്ഞുതരും. ക്ലിയർ? ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിനെ കുറിച്ച് 2-3 കാര്യം കൂടെ പറയാം. ഈ ഗ്രാഫിൽ എം എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ്. അതുപോലെ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ലെങ്ത് ആണ് എന്ത്? സി. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. y = mx - c ആണെങ്കിലോ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും സാർ? ഈ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ക്ലിയർ? ഗ്രാഫ് കണ്ടോ നെഗറ്റീവ് സി ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. സിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ക്ലിയർ? ഇതിനെ y ഇൻ്റർസെപ്റ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് താഴത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അടുത്ത കഥകളിലേക്ക് പോവാം. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഇതൊരു പാരബോളയുടെ ഇക്വേഷനാണ്. x = ky². ഓക്കെ, അപ്പോൾ x = അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിടക്കുക. ഇനിയിപ്പോൾ y = kx². ഇങ്ങനെയാണെങ്കിൽ പാരബോള y ആക്സിലാണ് കിടക്കുക. ഇവിടെ x ആണെങ്കിൽ x ആക്സിൽ കിടക്കും, y ആണെങ്കിൽ y ആക്സിൽ കിടക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാർ ഇനിയിപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലോ? കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇതേ ഇക്വേഷൻ കേട്ടോ, ഇതേ ഇക്വേഷൻ x = ky². കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ x ആയതുകൊണ്ട് എക്സിലാണ് കിടക്കുക, കെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കിടക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ആവശ്യം വരും. അടുത്ത സർക്കിളിൻ്റെ ഇക്വേഷൻ.
എക്സ് വൈ സർക്കിളിൻ്റെ റേഡിയസ് എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതൊരു കർവിനെയും ഏതൊരു ഷേപ്പിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ, ഇത് പാരബോള ആണെങ്കിൽ ഈ ഇക്വേഷൻ, ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ ഈ ഇക്വേഷൻ. കണ്ടോ? ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആണെങ്കിലോ ഇത് സൈൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ വാല്യൂ ഇതെന്താ, ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്, സൈൻ എക്സ്. കണ്ടോ? ഏതൊരു കർവിനെയും നമുക്കൊരു ഇക്വേഷനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കാം, എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദിസ് ഇസ് എ ഹൈപ്പർബോള. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ, ഈ ആവശ്യം വരും. പിന്നെ നമുക്കുള്ളത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളാണ്. ശ്രദ്ധിക്കുക, വൈ ഈക്വൽ ടു എ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ, വൈ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ കർവ് ഇങ്ങനെയായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്നത് ഡിഫറൻസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കേട്ടോ. അതിനുശേഷം പോകുന്നത് ഡിഫറൻസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സ്ലോപ്പാണ് കിട്ടുക എന്ന് പറയണം. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സ്ലോപ്പാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ കണ്ടോ, എല്ലാ കർവിനും എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. എല്ലാ കർവിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഞാനൊരു ഇക്വേഷൻ വൈ ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി ഒരു ഇക്വേഷൻ ഉണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതിൻ്റെ സ്ലോപ്പാണ് കിട്ടുക. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്ലോപ്പാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഡിഫറൻസിയേഷൻ എങ്ങനെ ചെയ്യുക? അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സൈൻ എക്സ് എന്ന് പറയുന്ന കർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും. യെസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നോക്കി വയ്ക്കും. ഇത്രയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് മിനിമം നിങ്ങൾ ഫിസിക്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ, നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ക്ലിയർ? ഫിസിക്സിലേക്ക് മാക്സിമം എത്ര ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും പഠിച്ചാൽ മതി. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് റൂള് കണ്ടോ, യു ഒരു ഫംഗ്ഷൻ വി ഒരു ഫംഗ്ഷൻ, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനോട് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനിയിപ്പോൾ യു ബൈ വി, യു ഒരു ഫംഗ്ഷൻ വി ഒരു ഫംഗ്ഷൻ, അതിൻ്റെ എന്താ പറയുക, ഈ ഫ്രാക്ഷൻ യു ബൈ വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് അല്ലേ. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് ആണ് ഇവിടെ, ശ്രദ്ധിക്കണം. ഇവിടെ പ്രൊഡക്റ്റ് റൂളിൽ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. എന്നിട്ട് താഴെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡിഫറൻസിയേഷനിൽ എന്തായാലും അറിഞ്ഞിരിക്കണം, പക്കയായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് നമുക്ക് ഇൻ്റഗ്രേഷനാണ്. കണ്ടോ, ഈ ഇൻ്റഗ്രേഷൻ എന്തിനാണ് സാർ ചെയ്യുക? ഇൻ്റഗ്രേഷൻ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുക? ഓരോരോ ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഇൻ്റഗ്രേഷൻ ഓഫ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കർവിൻ്റെ ഇക്വേഷനാണിത്, വൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഓരോരോ കർവുകളുടെ ഇക്വേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർവിന് താഴെയുള്ള ഏരിയയാണ് കിട്ടുക. നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഏരിയയാണ് കിട്ടുക, ഏരിയ അണ്ടർ കർവ്. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സ്ലോപ്പാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ശരി, ഇനി ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലാസ് ഉണ്ട്. ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് കിട്ടും, പിന്നെ പ്ലസ് സി. ഇത് എന്താ പറയുക, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ അല്ല. ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലിമിറ്റുള്ള ഇൻ്റഗ്രൽ, രണ്ടാമത്തെ ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രൽ. ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസൾട്ട് നമുക്ക് കിട്ടിയതിൻ്റെ ഒപ്പം ഒരു കോൺസ്റ്റൻറ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രൽ ആണെങ്കിൽ കണ്ടോ, ഇതൊക്കെ ലിമിറ്റ് ഇല്ലാത്തതാണ്. ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടി പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. കണ്ടോ, എല്ലാത്തിലും ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിലും കൂടെ എന്തുണ്ട്? ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻ്റഗ്രേഷൻ്റെ റൂള്. ലിമിറ്റ് ഇല്ലാത്ത ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടിനോടൊപ്പം. ഇത് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടാണ്, അതിനോടൊപ്പം ഉണ്ടായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും. കണ്ടോ, ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, റിസൾട്ട് എക്സ് ആണ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. എക്സ് റേസ് ടു എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, റിസൾട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 കൂടെ ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ക്ലിയർ? ഓക്കെ. സാറേ ഈ ലിമിറ്റ് ഉള്ള ഇൻ്റഗ്രേഷൻ ആണെങ്കിലോ, ലിമിറ്റ് ഉള്ളതാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. എ റേസ് ടു ബി എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നിങ്ങൾ റിസൾട്ട് ആദ്യം എഴുതുക. എക്സ് റേസ് ടു എൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇവിടെ എ ഇവിടെ ബി. എങ്ങനെയാണ് സാർ അപ്ലൈ ചെയ്യുക? ആദ്യം നിങ്ങൾ എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് ഇടുക, ബി എന്നിടുക. ദെൻ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. എന്നിട്ടൊരു മൈനസ് സൈൻ ഇടുക. എക്സിൻ്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് ഇടുക, എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. കണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്സിലെ
മാത്സിന് ഫിസിക്സിൽ ആവശ്യമായിട്ടുള്ള മാത്സ് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബൈ.